ഖുർആൻ ഓതാനും നിസ്കരിക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ, അതല്ലെങ്കിൽ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ ആത്മാർത്ഥത കിട്ടാത്തവരാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരൊറ്റ അധ്യാപനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതി. അതെന്താണ്? യഅമൽ ലി ആഖിറതിക കഅന്നക തമൂതു ഗദാ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടുത്ത സെക്കൻഡിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ, ഞാൻ മരണപ്പെട്ടേക്കാം എന്ന ഒരു ചിന്ത ഖൽബിലുണ്ടെങ്കിൽ നമുക്കിതിലൊക്കെ ആത്മാർത്ഥത കിട്ടും. ഇപ്പോൾ ഒരു ളുഹർ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ അവസാനത്തെ ളുഹറാണ്, ഒരുപക്ഷെ അടുത്ത അസർ നിസ്കരിക്കാൻ പോലും എനിക്ക് സാധിച്ചോളണമെന്നില്ല. ഖുർആൻ ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേജ് ഞാൻ ഓതുന്നത് എൻ്റെ അവസാനത്തെ ഖുർആൻ പാരായണമാണ്, അടുത്ത ഒരു പേജോ അതല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസമോ എനിക്ക് ഖുർആൻ ഓതാൻ കഴിയൂല എന്ന ഒരു ചിന്ത ആത്മാർത്ഥമായി അയാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ എടുത്തു വെക്കാൻ അയാൾക്ക് തോന്നൂല. അയാൾ ഓതിക്കൊണ്ടേയിരിക്കും, വളരെ മനസ്സാന്നിധ്യത്തോടെ ഓതിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിസ്കരിക്കുന്നത് ഈ ഒരു ചിന്തയോടെയാണെങ്കിൽ ആ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി ഒഴിവാകാൻ അദ്ദേഹത്തിന് കഴിയൂല. അതുപോലെ തന്നെ ദുന്യാവിന്റെ വിഷയങ്ങൾ, ജോലിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പദ്ധതികൾ ഒരുപാടുണ്ട്, അതിലേക്കൊന്നും അങ്ങോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുന്ന് പഠിപ്പിക്കുന്നുണ്ട്. യഅമൽ ലിദുന്യാക കഅന്നക തഈശു അബദ. ഈ രൂപത്തിലുള്ള ദുന്യവിയായ വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ കാലാകാലം ജീവിക്കാനുള്ളവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യണം. അവിടെ നമ്മൾ നാളെ തന്നെ മരിക്കുന്നവനാണ് എന്നും ചിന്തിച്ചിരുന്നാൽ നമ്മൾ ഒന്നിലേക്കും ഇറങ്ങൂല, നമ്മൾ മടിയന്മാരായിത്തീരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ പാഠങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയാണെങ്കിൽ നമ്മുടെ ദുന്യാവും ആഖിറവും മെച്ചപ്പെടാൻ, നമ്മൾ രക്ഷപ്പെടാൻ അത് മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആ പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അതിലൂടെ വിജയിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.